പുഴുക്കുണ്ടാക്കിയിടാം. അപ്പോൾ കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയാം നമുക്ക്. വല്ല കയ്പ്പ് രസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടയെന്ന് വെച്ചിട്ട് ഞാൻ ഇതേപോലെയാണ് നുറുക്കിയാക്കുന്നത്. ഇത്തിരി മൂപ്പ് കുറഞ്ഞ കപ്പയാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് വെന്ത് ഇതാവും. അത് കാരണം ഇത്തിരി വലിപ്പത്തിൽ നുറുക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് പായസം പോലെയാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കണേ. ഇത് ഞാൻ തലേ ദിവസം തൊണ്ടാളഞ്ഞ് നുറുക്കി ഇങ്ങനെ വെള്ളത്തിലിട്ടാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ ചെയ്തു. എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുക. പുഴുങ്ങാണെങ്കിൽ നല്ല കഷ്ടൊക്കെ ആണെങ്കിൽ പുഴുങ്ങാണെങ്കിൽ അങ്ങനെ അമ്മാങ്ങി കളഞ്ഞ് ഇത് കനപ്പൊക്കെ ഉണ്ട്. അതുപോലെ കയ്പ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 100 കുറച്ചൊക്കെ നമുക്ക് പോകാനും. ഇത് 100ഇല്ല. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഈ ഷുഗറും ഇതൊക്കെ ഉള്ളതൊക്കെ നല്ലതാണ്. നന്നായിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ച് ഊറ്റി കളയാൻ പറ്റും. തലേദിവസം മുക്ക് വെള്ളത്തിൽ വെച്ചിട്ട്. അപ്പം അതിൽ 100ഉള്ള കപ്പ ഉണ്ടാവില്ല. മൂക്കാത്ത കപ്പയ്ക്ക് 100ഇല്ല. 100ഉള്ള പാട്ടായിട്ട് മൂത്ത കപ്പയ്ക്ക് 100 ഉണ്ടാവും. അപ്പോൾ അത് കൂടെ നമ്മൾ കഴുകി കളയുന്നത് നല്ലതാണ്. ഇത് നമുക്ക് വെള്ളം വെച്ച് തിളപ്പിച്ച് ഊറ്റി കളയാം. ഇവിടെ നിന്നുള്ള ആരും അങ്ങനെ ചെയ്യില്ല. ഇവിടെ നിന്നൊക്കെ എത്ര കൈപ്പുള്ള കപ്പയായാലും അപ്പം തന്നെ തുണ്ടറിഞ്ഞ് വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് പലരും ഞങ്ങൾ അനിയനൂരും ഇതൊക്കെ ചെയ്ത് എന്തിനാ ഇങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം അവിടെ ഊറ്റി കളയാം. എന്നിട്ട് വേറെ പാത്രത്തിൽ പുഴുക്കുണ്ടാക്കാനായിട്ട് അപ്പോഴേക്കും ഞാൻ അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി നാളികേരം ചെറിയ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇത്രയ്ക്ക് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി പൊളിച്ച് ഇടാം. ഇത്രയ്ക്ക് ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളുത്തുള്ളി ഉള്ളി ഇങ്ങനെ കറങ്ങി കിടക്കുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇടാം. കാന്താരി മുളകാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെടുത്തു. ഇനി ഒരു നുള്ളി ജീരകം. പുഴുക്കിന് ജീരകം ഇതൊക്കെ നല്ലതാണ്. അത് ചക്ക പുഴുക്കുണ്ടാക്കായാലും അങ്ങനെ. ഇനി കുറച്ച് വേപ്പല ഇപ്പം ഞാൻ പറമ്പിൽ പോയി പൊട്ടിച്ചിട്ട് വന്നതാണ്. വേപ്പല ഇതായി വരുന്നത് ഒക്കെ കേട് വന്ന് പോവാം. അപ്പം മൂപ്പായിട്ടില്ല. ഞാൻ അപ്പോഴേക്കും അത് കുറച്ച് എടുത്തു. ഞാൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ വെച്ചാർന്നാണ് ഏതാണ്ട് 1 മാസത്തോളമായി അങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഉള്ളി ഒക്കെ എടുത്തിട്ടില്ല. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഉണ്ട്. കപ്പയ്ക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി മുന്നേക്ക് നിൽക്കണം നല്ലതാണ്. നല്ല കളറ് ഇതൊക്കെ കിട്ടാൻ. ഇനി ഞാൻ ഇത് അടിച്ചെടുക്കാം. ഉള്ളി ഇതും കൂടി പൊളിച്ചെടുക്കാൻ്റെ. ഇതിലേക്ക് തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് ഇതാക്കുക. വെച്ചാൽ ഈ ഉപ്പ് അരിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഒന്ന് ഇതിട്ടൊന്ന് ചതച്ചതായി കഴിയുമ്പോൾ പൊടിഞ്ഞിട്ടും. ഇതാണ് ഞങ്ങളുടെ ഉപ്പ്. നമ്മുടെ സാധാ കല്ലുപ്പല്ല വാങ്ങിക്കണത്. ഇപ്പോൾ മോൻ ഇത് ടാറ്റയുടെ നല്ല കല്ലുപ്പാണ്. ഇതിൻ്റെ തന്നെയാണ് പൊടിയുപ്പ് ഉപയോഗിക്കണത്. അപ്പോൾ അങ്ങനെ ഇതാണിപ്പോൾ കുറേ കാലമായിട്ട് ഈ ഉപ്പാണ് ഉപയോഗിക്കണത്. ഇങ്ങനെയാണ് ചതച്ചെടുത്തേക്കണം. നമ്മൾ അവിയലിനും ഇറച്ചിരിക്കൊക്കെ ചതക്കണ പോലെ നാളികേരവും കാന്താരി മുളകും ഉള്ളിയും വെളുത്തുള്ളി ജീരകത്തെയും കൂടിയിട്ട് ഇങ്ങനെ ചതച്ചെടുത്തു. അതിലേക്ക് ഈ ജാർത്ത് കഴുകി ആ വെള്ളം ഒഴിച്ചാൽ മതി. പണ്ടൊക്കെ അമ്മിയിൽ വെച്ചിട്ടൊക്കെയാണ് ചതച്ചെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഉപ്പും ഇതെല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് പാകം നോക്കിയിട്ട് പിന്നെ എനിക്കത് ഉപ്പ് കൂട്ടാൻ പാടില്ലാത്ത കാരണം ഇവരെ കൊണ്ടൊക്കെയാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. ഒരു വെള്ളം എടുത്തത് ഉപ്പ് ഒന്ന് ആവി കയറാൻ ഇതായിട്ട് ഇറക്കി എല്ലാം തൊട്ട് യോജിപ്പിച്ച് ഇതാക്കി കൊടുക്കാം. അടപ്പൊന്ന് വെന്തോ. പുഴുക്ക് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം. കപ്പ ഉടയാതെ ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉടഞ്ഞ് പായസം പോലെ ആവണ്ടെന്നുള്ളത് വെച്ചിട്ട് കഷ്ണങ്ങളായിട്ട് അവർ എടുക്കുന്നുണ്ട്. ഞാനങ്ങനെ എന്തായാലും അധികം ഇട്ട് ഉടയ്ക്കാണ്ട് നോക്കിയ കാരണമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു. ഇനി അതിലേക്ക് കുറച്ച് കടുകിടാം. ഇതിലേക്ക് ഇനി വേറെ ഉള്ളി ഇതൊന്നും വേണ്ട. ഉള്ളി അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കടുക് പൊട്ടട്ടെ.
കുരുമുളക് 4 പച്ചമുളക് എടുക്കുകയാണെങ്കിൽ അവർ അത് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വേപ്പല വെള്ളത്തിൻ്റെ കൈകിട്ടാണ് വെള്ളത്തിൻ്റെ ഉണ്ടാക്കുക പൊട്ടിട്ടൊക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വേപ്പലിടുമ്പോൾ ഇതൊന്ന് മാറ്റിക്കണം വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ ഇത് കറിക്ക് നമ്മൾ വറുത്തിടുമ്പോൾ ചൂടാറുന്നതിന് മുമ്പ് കറികൾ ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ആ മണവും ടേസ്റ്റും ഇതൊക്കെ കിട്ടുള്ളൂ. ആ വറവിൻ്റെ ചീനച്ചട്ടിയിൽ ഇതൊക്കെ കോരിയിട്ട് അതൊന്ന് മൂടി വെച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ കറിയിലേക്ക് കിട്ടും. അതിൻ്റെ കറിയിലേക്ക് ചെയ്യാം. അങ്ങനെ വറവിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചു. പിന്നെ ഞാനതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ കപ്പപ്പുഴുക്ക് അങ്ങനെ റെഡിയായി. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇപ്പോൾ മീൻ കറി ഓരോരുത്തരുടെ താല്പര്യാനുസരണം മീൻ കറിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇറച്ചി കറി വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കഞ്ഞിയും കപ്പപ്പുഴുക്കും അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇത് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക.